നമസ്കാരം. PV അൻവറിനെ ഉന്തിത്തള്ളി UDFിലെത്തിക്കാൻ പിണറായിയും പോലീസും തടഞ്ഞ് കോൺഗ്രസ്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഇടതുചേരി വിട്ട PV അൻവർ MLAക്കുള്ള വടി പിണറായി വെട്ടിവെച്ചിട്ട് കുറെ കാലമായി. സാഹചര്യം ഒത്തുവന്നത് ഇപ്പോഴാണെന്നു മാത്രം. DFO ഓഫീസ് അക്രമത്തിലൂടെ അൻവർ അണികൾ അത് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. കാട്ടാന ആക്രമണത്തിനെതിരെ അൻവർ നയിച്ച പ്രതിഷേധ സമരമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. 2 ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാണ്. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. രാത്രി തന്നെ വീട് വളഞ്ഞ് അൻവറിനെ അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുകയും ചെയ്തു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അൻവറിനെ ജയിലിലെ കൊതുക് കടി കൊള്ളിക്കണമെന്നുണ്ടായിരുന്നു. അതും നടന്നു. തെറിച്ചവരൊട്ടാകെ വാഴണ കൊട്ടാരമാണിത്. പെട്ടാൽ പെടും അത് കട്ടായും കെട്ടിന്റെ പൂട്ടുള്ള കൂടാരം. തരരരരത്തേ മടിയുടെ മലയോരത്ത് ധ്യാനിച്ചിരിക്കുന്ന സന്യാസി, ചുമ്മാതിരിപ്പിന്റെ അഭ്യാസി, ചോരത്തിളപ്പുള്ള തോന്യാസി. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? ഈ വന്ന പോലീസുകാർ എന്ത് ചെയ്യാനാണെന്ന് മുഖ്യമന്ത്രി നേരിട്ടിരുന്ന മണിക്കൂറുകളായി ഉച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാ. ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യുക. ഇപ്പുറത്ത് ശശി, അപ്പുറത്ത് അജിത് കുമാർ. ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ പോലീസുകാർ എന്ത് ചെയ്യാനാണ്? ഗമയുടെ കില്ലാടിയാ, ഇല്ലായ്മയിൽ താരാളിയാ, കുടിവലിയുന്മാതിയാ, കുന്നായ്മയിൽ കൂട്ടാളിയാ, ഭാവികളില്ലാത്തൊരീ ഭൂതങ്ങളായി വാഴുന്നിതാ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. അറസ്റ്റിനെ എതിർത്തും അനുകൂലിച്ചും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇറങ്ങി. അൻവറിനെ അനുകൂലിച്ചും അറസ്റ്റിനെ എതിർത്തും UDF നേതാക്കൾ വന്നത് അൻവർ ആശിച്ചത് തന്നെയാണ്. ഒരു കേസെടുത്താൽ MLA നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിന് 10-100ലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല. ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിക്കുന്നു എന്ന് വന്നാൽ ആ പൊളിക്കുന്ന നേതൃത്വം കൊടുത്ത ആരായാലും XOY അവർക്ക് നടപടി ഉണ്ടാവുമല്ലോ. അതിൻ്റെ പ്രശ്നം നടപടി എടുത്തു. ആരായി കേരളം ഭരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. അത് വ്യക്തമാണല്ലോ. പ്രതികാര നടപടി തന്നെയാണ് അദ്ദേഹത്തെ. ഈ അറസ്റ്റിയുടെ രീതി കണ്ടാൽ പിന്നെ പ്രതികാര നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഇത്തരം ചില തെറ്റായ രീതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതാരുടെ ഭാഗത്ത് വന്നാലും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം. ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അപ്പോൾ അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. അണികൾ വെറുമൊരു DFO ഓഫീസ് ആക്രമിച്ച് കസേര അടിച്ചു തകർത്താൽ ജയിൽ, MLAമാർ കയ്യാങ്കളി നടത്തി നിയമസഭ തന്നെ അടിച്ചു തകർത്താൽ പിന്നീട് മന്ത്രി പദവി വരെ. ഈ വിവേചനത്തിലാണ് UDFന്റെ പരാതി. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആരെങ്കിലും ബലി കൊടുത്ത് രക്ഷപ്പെടുകയാണ് പതിവ്. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ ആ DFO ഓഫീസിൽ പോയി പ്രതിഷേധം നടത്തി അവിടെ ഇരുന്നു. പ്രവർത്തകർ അവിടെ കല്ലെറിഞ്ഞു അതിന്റെ അകത്ത് കയറി. ഇതോ എൻ്റെ തലയിൽ വെച്ചു കൊടുത്ത് ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാര പ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്?
അത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ, MLA ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ. അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. ആകെ 2 കസാലയാണ്, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 വില 1000ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയുക, ഒരു ഫാൻ കേടുമ്പോൾ 2000-2500 രൂപൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 തന്നെ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സർവ്വജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി. പിറ്റേന്ന് ജാമ്യം ലഭിച്ചിറങ്ങിയ അൻവർ പിണറായി സത്തിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തി. പിണറായിയെ താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ല. UDFുമായി കൈകോർക്കാൻ തയ്യാറെന്ന മനസ്സിലിരിപ്പും അൻവർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് നിന്ന് അലമ്പുണ്ടാക്കുന്ന അൻവറിനെ ഉന്തിത്തള്ളി അപ്പുറത്തെത്തിക്കാൻ നോക്കുന്ന CPMും ആഗ്രഹിക്കുന്നത് അതുതന്നെ. നമ്മുടെ നെക്സ്റ്റ് ചന്ദ്രൻ ഇന്ന് ഇറങ്ങും. കേരളത്തിലെ നിയമസഭാ സാമാജികന് ഒരു MLAക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല. കാരണം ഒരു MLAക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട A ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ. മനസ്സിലായില്ലേ? ഓട്ടടാ, സാരമില്ല. തൊട്ടുപോക തന്നെ ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം 2 മുന്നണിയേ ഉള്ളൂ കാര്യമായിട്ട്. അതൊന്ന് കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF ആണ്, മറ്റൊന്ന് LDF ആണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കളിക്കാനേ കഴിയുള്ളൂ. അൻവറിനും അതേ കഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നക്സലേറ്റ് നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതുകൊണ്ട് അൻവറിനെ ഞങ്ങൾ തള്ളുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഇദ്ദേഹം UDFിലേക്ക് ചേക്കേറുമെന്നാണ്. വൈദ്യനും രോഗിയും ഇച്ഛിക്കുന്നത് ഒന്നു തന്നെയാണെങ്കിലും UDFിൽ അതിന് കളമൊരുങ്ങിയിട്ടില്ല. ലീഗിന് താല്പര്യമുണ്ട് അൻവറിനെ UDFിൽ എത്തിക്കാൻ. പക്ഷേ ഏത് സീറ്റ് നൽകും, കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ, അത് തീരുമാനിക്കാതെ പോകാൻ അൻവർ മോഹമുക്തനുമൊന്നുമല്ല. അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ UDFും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് UDF ചർച്ച ചെയ്യും. ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. അതൊന്നും UDFിലേക്കൊന്നും അദ്ദേഹം വരുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനവും വന്നിട്ടില്ല. ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അത് നിങ്ങളായിട്ട് കെട്ടിയുണ്ടാക്കണ്ട. ആശയവിനിമയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFിൻ്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. ഞാൻ നിൽക്കണോ പോണോ? UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDFിലൊരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അകത്ത് UDFിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ലീഗിന്റെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞ അൻവർ പാണക്കാട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. അടിമുടി കോൺഗ്രസുകാരനായ അൻവർ ലീഗുകാരനാകാനും റെഡി, പിണറായിയെ താഴെ ഇറക്കാൻ വേണ്ടി. പക്ഷേ മുന്നണി നേതൃത്വത്തിൻ്റെ തീരുമാനം അനുകൂലമായിട്ടില്ല. അൻവർ അപ്പോഴും പുറത്തു തന്നെ. വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു അമ്പത്തി
അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാൻ അതിനുള്ള എല്ലാ വഴികളും തേടും, ഇതിനൊരു തർക്കമില്ല. ആ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര. അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. അത് UDFിൻ്റെ കടമയാണല്ലോ. UDF ഇനിയും 10 വർഷമായി ഇപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണ്. ഇനിയും UDFിന് അധികാരത്തിൽ വിട്ടു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. എല്ലാരും കൂടെ ഒരുമിച്ച് ജായന്റെ സ്ഥിതിക്ക് ഒരു കുടുംബ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പാടേ. എന്തായാലും അവർക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം, എന്തൊരു ചില്ലിട്ട് വെക്കാം. ഇപ്പോ ലീഗ് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ലീഗിന് ഈ കാര്യത്തിൽ പറയാവുന്നതിൻ്റെ ചില ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ചെയ്യാൻ പറയുന്നു. അൻവർ ഉയർത്തിയ വിഷയത്തോടൊപ്പം ലീഗ് ഉണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക, ഈ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുമോ? അത് പഴഞ്ചോറായില്ലേ? അല്ല, തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. UDFുമായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. UDFിലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസിന്റെ ഈ സമീപനം മുൻകൂട്ടി അറിഞ്ഞാണ് തമിഴ്നാട് വഴി DMK ആയി ഇന്ത്യ മുന്നണിയിലെത്താൻ നോക്കിയത്. DMK ഒരു ഷാള് പുതച്ച് വിട്ടതല്ലാതെ മറ്റൊന്നും സംഭവിക്കാത്തതിനാലാണ് UDF പ്രവേശനത്തിന് നേരിട്ടിറങ്ങിയത്. കഴുത്തിൽ DMK ഷാള വണ്ടിമ കൊടിയുണ്ടല്ലോ, അതിലെന്താ? നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഇതിനോടൊരു മൊഹബത്തോടെ എടുത്തിട്ടാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. DMKയിലില്ല, DMK നമ്മളെ ഏറ്റെടുത്തിട്ടില്ല, ചവിട്ടി പുറത്താക്കി നോക്കിയല്ലേ വാർത്ത. ഇതൊക്കെ ഇപ്പൊ കാര്യം തെളിയിക്കാൻ പോവല്ലേ? നെഞ്ചിലാറ് പടയപ്പ പിന്നാൽ 100 പടയപ്പ യുദ്ധം കൊണ്ട് വരുകയിൽ 10 വീരൽ പടയപ്പ. ഏതാ ഗ്രൂപ്പ്? ഇവിടെ കോൺഗ്രസ് വാതിൽ തുറന്നില്ലെങ്കിൽ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി തന്നെ ശരണം. DMK വഴങ്ങാത്തതിനാലാണ് കൊൽക്കത്തയിൽ പോയി ദീദിയുടെ പാർട്ടിയിൽ ചേരാൻ ശ്രമിച്ചത്. ദീദി എങ്കിലും കനിയണം. സ്വതന്ത്ര MLA PV അൻവർ ഇനി തൃണമൂൽ നേതാവ്. കൊൽക്കത്തയിൽ ഇന്ന് മമതാ ബാനർജിക്കൊപ്പം വാർത്താ സമ്മേളനം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയും MLA ഏറ്റെടുത്തേക്കും. ഞങ്ങൾ ബംഗാൾക്കോടെ സാധാ കൃഷി കുടുംബ. ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഞങ്ങൾ ജീവി മാർഗമല്ല മാതാജി, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗമല്ല ജീവിക്കാൻ. ഇന്ന് സംസ്ഥാനത്ത് ആന്റി ഫാസിസ്റ്റ് നിലപാടെടുക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനമായ റോള് വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. ആ അർത്ഥത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഫാസിസമാണ്. അതിനെതിരെ ശക്തമായ നിലപാട് പാർലമെന്റിലും രാജ്യത്തൊട്ടാകെയും എടുക്കുന്ന നിലപാട്, അതുപോലെ തന്നെ പിണറായിസത്തെ താഴെ ഇറക്കാൻ കമ്മ്യൂണിസത്തോട് ഏറ്റുമുട്ടി അനുഭവജ്ഞാനമുള്ളൊരു നേതാവെന്ന നിലക്ക് അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷനാണ് കേരളത്തിലെ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഏറ്റവും നന്നായിരിക്കുക എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ജയിലിൽ കയറ്റാനും ഇറക്കാനും ഉന്നത CPM നേതാക്കൾ എത്തി. ഇരട്ടക്കൊലയിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കെയാണ് P. ജയരാജൻ, MV ജയരാജൻ, ശ്രീമതി ടീച്ചർ PP ദിവ്യ അടക്കമുള്ള നേതാക്കൾ ജയിലിൽ എത്തിയത്. ജയിലിൽ പ്രതികൾക്ക് വായിക്കാൻ P. ജയരാജൻ രാഷ്ട്രീയ ഇസ്ലാമിനെക്കുറിച്ചുള്ള തൻ്റെ പുതിയ പുസ്തകവും നൽകി. നല്ലൊരു നാളെയെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ. 5 സഖാക്കളെ കണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത്. അവർക്ക് എൻ്റെ ഒരു പുസ്തകവും കൊടുത്തു. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നല്ല വായനക്കാരാണ് അവർ.
അപ്പോൾ വായിച്ചവർ പ്രബുദ്ധരാകും ജയിലിനകത്ത്. എന്റെ ദൈവമേ, എന്തൊരു ശിക്ഷയാണിത്! കേസിൽ CBI പ്രതി ചേർത്ത CPM നേതാക്കളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് ഇറക്കാൻ നേതാക്കൾ എത്തിയത്. കൊലക്കേസിലെ പ്രതികളുടെ കയറ്റിറക്കിന് നേതാക്കൾ എത്തിയതിൽ സംസ്ഥാന സെക്രട്ടറിയും തെറ്റൊന്നും കാണുന്നില്ല. ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, ചോര കൊണ്ടിതിഹാസം രചിച്ച ധീരസഖാക്കളെ, മറക്കുകില്ലൊരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ. മോചനം നേടി വരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നീ വിഷമിക്കാതിരടാ, നിന്നെ പാർട്ടി സംരക്ഷിക്കും. അത് മതി. ഇരട്ട ജീവപര്യന്തം 2 വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊന്നതിന്റെ ആളുകളെ പാർട്ടി നേതാക്കന്മാർ ജയിലിന്റെ മുമ്പിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക. മാലയിട്ട് സ്വീകരിക്കുന്നത് എന്താ കുഴപ്പം? പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ആ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് നിർത്തിച്ചാണ് സ്വീകരിക്കേണ്ടത്? ജയിലിൽ പോയ പ്രതികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ പോവുക. എന്തൊരു മെസ്സേജാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? അപ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താ പ്രശ്നം? കണ്ടല്ലോ പാർട്ടിയുടെ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. വാർത്ത കൊടുക്കുമ്പോൾ അത് മറക്കണ്ട, അല്ലാണ്ട് വെറുമൊരു മാധ്യമ സിൻഡിക്കേറ്റ് ആയിരുന്നു. കണ്ടല്ലോ.